മണ്ഡലിലെ തൊണ്ടയാടുള്ള ഷോപ്പും അതുപോലെ തന്നെ ഇവരുടെ ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഈ സംഭവം, അതായത് ഈ സേന പോയറ്റിക് എൻസിമ്പിൾസ്, ഞാൻ വീണ്ടും ഇങ്ങനെ പറയാണ്. ആ സാധനം ഇവിടെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈപ്പാസിൽ, കോഴിക്കോട് ബൈപ്പാസ് പോകുമ്പോൾ തൊണ്ടയാടിലാണ്. അതായത് ബൈപ്പാസിൽ നിന്ന് കുറച്ച് ലെഫ്റ്റ് എടുത്തിട്ട് കുറച്ചും കൂടി വരണം. ഏകദേശം ഒരു അധികമൊന്നുമില്ല, ഒരു 1/2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇന്ന് നമ്മളെ എത്തിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ വലിയൊരു ഇവൻറ്റ് നടക്കാൻ പോകുന്നത്, മലബാർ ഫാഷൻ വീക്ക്. ഇവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ വളരെയധികം പേര് കേട്ട 10-20ഓളം വലിയ ഫാഷൻ ഡിസൈനിങ് കമ്പനീസും മറ്റുള്ളവരും പങ്കെടുക്കുന്ന ഒരു ഫാഷൻ വീക്കാണത്. അപ്പോൾ അതിനകത്ത് ഇവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അതിൻ്റെയൊക്കെ വിഷ്വൽസ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക, ലാസ്റ്റ് വരെ. ഒരു കിഡിലൻ എപ്പിസോഡാണിത്. നമ്മളിപ്പോൾ സൈനയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പരിചയപ്പെടേണ്ട ആളാണ് മംഗളാണ് നമ്മളെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളെന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ മംഗൾ, നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ്. മംഗൾ, ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എവിടെയാണ് വീട്, കാര്യങ്ങളൊക്കെ? ഓക്കെ, എൻ്റെ വീട് ഗുരുവായൂരാണ്. ഇപ്പം ഞാനിവിടെ കാലിക്കറ്റാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ സൈന ഇനോഗ്രേഷൻ ചെയ്തത് മാർച്ച് 24-നാണ്. അപ്പോൾ കേരളത്തിലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറായിട്ട് നമുക്കിത് പറയാം. ബിക്കോസ് നമ്മളിതെല്ലാം ഡയബിൾ ഫാബ്രിക്സ് ആണ്. അതാണ് ഈ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബൊട്ടീക്കിൻ്റെ സ്പെഷ്യൽ എന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ഇതിൻ്റെ യൂണിറ്റും, അതുപോലെ മെഷീൻ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി, എസ്പെഷ്യലി ഫോർ ഡൈ. നമുക്ക് ഏകദേശം ഒരു 700 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ഡൈയിങ്ങിന്. കസ്റ്റമറുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമ്മളത് ചെയ്തു കൊടുക്കണതാണ്. നമുക്ക് മംഗൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെന്ന് വെച്ചാൽ ഇവിടെ വന്നോ, ഈ നമുക്ക് ഇപ്പോൾ ബേസിക്കലായിട്ട് ഡയമണ്ട് ഷോപ്പ് ഉണ്ടല്ലേ, തൊണ്ടയാടിലെ ഡയമണ്ട് ഷോപ്പ്. അതിന്റെ മേലെ ആയിട്ടാണ് ഒരു ലൊക്കേഷൻ. സൈനയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനോട് നിങ്ങൾക്ക് എന്തെല്ലാം ഇവിടെ കിട്ടും എന്നുള്ളത് പറയുന്നത്. നമുക്ക് അവര് എന്തെല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതായത് സാധാരണ ഒരു ബോട്ടിക്കിൽ പോകുമ്പോൾ ചിലപ്പോൾ മെറ്റീരിയൽ ഉണ്ടാവില്ല, ചിലപ്പോൾ അതില്ല, ചിലപ്പോൾ ഇതില്ല എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് എന്താ എക്സ്പെക്ടേഷൻ എന്തായിരിക്കണം ഒരു കസ്റ്റമറോട് വരുമ്പോൾ? കസ്റ്റമർ ഇവിടെ വരുമ്പോൾ ഉള്ള സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാല്, നമ്മൾ മറ്റു ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മൾ അവിടെ ഉള്ള കളേഴ്സിനെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആണ് നമ്മള്. കാരണം ഇപ്പൊ നമുക്കിപ്പോ ലൈക്ക് ഒരു സ്കൈ ബ്ലൂ ഒരു ഷെയ്ഡ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെയിം കളർ തന്നെ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാം. അതായത് ഒരു കസ്റ്റമറിന് എന്താ വേണ്ടെന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ പല സ്ഥലത്തും പോയിട്ട് ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, ചില സമയത്ത് നമ്മൾ നിർബന്ധിതരാകും. അതായത് അവിടെ ഉള്ള ഇതിൽ വെച്ചിട്ട് ഓക്കെ എന്നാ എനിക്ക് വേണ്ടതല്ല, എന്നിരുന്നാലും അതിനോട് സാമ്യമുള്ള സാധനം എടുത്തിട്ട് പോകുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇവര്. കറക്റ്റ് നമുക്ക് ഇവർക്ക് അതിനൊരു കളർ പാലറ്റ് എന്നാണ് ഞാൻ പറയാ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കളർ പാലറ്റ്സ് വരുന്നത്. മോർ ദാൻ 700 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. കാരണം ഇത് ഇനിയിപ്പോൾ കസ്റ്റമർ പുറത്തുനിന്ന് ഒരു കളർ നമുക്ക് കൊണ്ടുവന്നു, ഈവൻ ഫോണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാച്ചസോ ആയിട്ടോ കൊണ്ടുവന്നാൽ നമുക്ക് ആ സെയിം കളറിലേക്ക് ഡൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഫാബ്രിക്കും ഡൈബിൾ ആണ്, എല്ലാം വൈറ്റ് ഫാബ്രിക് ആണ്. അതിന് നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും. അത് ഞങ്ങൾ കയറി വരുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടെ കയറി വരുമ്പോൾ എല്ലാം വൈറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ പറയും ഇത് എന്തൊക്കെ സംഭവം നമുക്ക് മനസ്സിലായില്ല. പക്ഷെ പിന്നീടാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത് എനിക്ക് ആദ്യത്തെ അറിവാണ്. നിങ്ങളെ കാണുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പ്ലസ് ഈ സംഭവത്തിനെ കുറിച്ച് നമുക്ക് 2 വാക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് കേൾക്കാം. കാരണം ഞാൻ ഈ പാലറ്റ് നോക്കിയപ്പോൾ ഒറ്റയടിക്ക് എൻ്റെ ദൃഷ്ടിപ്പെട്ട സംഭവമാണ് ഇത്. കണ്ട് ഇവിടെ കുറച്ച് കളേഴ്സ് ഉണ്ട്. സഞ്ജു ഇത് കിട്ടുന്നില്ല. ഇവിടെ കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ സിംഗിൾ കളർ അല്ല, ഇതൊക്കെ മൾട്ടി ഷെയ്ഡ്സ് ആണ്. മൾട്ടി ഷെയ്ഡ്സ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ടൈ ആൻഡ് ഡൈ എന്നൊക്കെ പറയും. ടൈ ആൻഡ് ഡൈ, ബാന്ദ്രി, അങ്ങനെ കുറെ പേരുകൾ ഉണ്ട് അതിന്. അതുപോലെ ഒരു ലൈക്ക് ഒരു യെല്ലോ കളറിൽ തന്നെ നമുക്ക് പിങ്ക്, ബ്ലൂ, അങ്ങനെ ഡിഫറെന്റ് എത്ര കളേഴ്സ് വേണമെങ്കിലും അതിലേക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എത്ര ഡിഫറെന്റ് ഷെയ്ഡ് ഉണ്ടെങ്കിലും അതിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അല്ലാണ്ട് ഒരു ഇവരുടെ കയ്യിലുള്ള കളർ നമ്മൾ ഒരിക്കലും അടിച്ചേൽപ്പിക്കില്ല. നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ ഡയറക്റ്റിനോട് കയറി വരാം, എന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കസ്റ്റമറിന് ഇപ്പോൾ ഒരു സ്വാച്ചസ് എന്താ പറയാ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കളർ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ കളർ, ഈ ഒരു ഫാബ്രിക് ഒന്ന് കളർ ഡൈ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ
നമുക്കത് ചെയ്യാം. അതും ചെയ്ത് കൊടുക്കും. ഫോണിലാണ് ആ ഒരു കളർ ഉള്ളതെങ്കിൽ അങ്ങനെ നമുക്ക് ആ കളർ എക്സാക്ട് സെയിം ഷെയ്ഡഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ പറഞ്ഞു ഒരു കളർ മാത്രമല്ല, ഒരു ഫാബ്രിക്കിൽ തന്നെ 3 or 4 or 5 കളേഴ്സ് നമുക്ക് ഷെയ്ഡഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വൈറ്റ് ഫാബ്രിക്സ് ആയിരുന്നു. നമ്മൾ ഇതുപോലെ ഓരോ ഗ്രീൻ, പിങ്ക് ഇങ്ങനെയുള്ള കളറിലേക്ക് ഇതെല്ലാം ഡൈ ചെയ്ത് എടുത്തതാണ്. ഇത് ഇപ്പൊ ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഇതുപോലെ തന്നെ ഡാർക്കർ ഷെയ്ഡ്സിലേക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു എക്സാമ്പിൾ, ഞാനൊരു ഷെയ്ഡിന്റെ ഒരു സാരി ചെയ്തത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. മൾട്ടിപ്പിൾ ഷെയ്ഡ്സിൽ ഇതിലിപ്പോ 4 ഷെയ്ഡ്സ് ആണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. പർപ്പിൾ, ബ്ലൂ, സ്കൈ ബ്ലൂ, ദെൻ ലാവൻഡർ. ഇതിപ്പോ ഒരു സാരി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഇങ്ങനെ നമുക്കിതിപ്പോ 4 കളേഴ്സ് ഇല്ലേ, അതുപോലെ 5, 3 അങ്ങനെ നമുക്ക് ഷെയ്ഡഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നേരത്തെ കണ്ട അതേപോലത്തെ എല്ലാ ഷെയ്ഡുകളും ഇവിടെ അവൈലബിൾ ആണ്, ചെയ്ത് തരും. അത് സാധാരണ രീതിയിലൊരു കോസ്റ്റ്യൂം, ഒരു ജസ്റ്റ് ഒരു ഗൗണോ അങ്ങനെ വല്ല സാധനം എങ്ങനെ ഇതെടുക്കാൻ, ഡൈ ചെയ്തെടുക്കാൻ സിംഗിൾ കളർ ആണെങ്കിൽ ഏകദേശം എത്ര സമയം എടുക്കും? അത് നമുക്ക് സിംഗിൾ ഒരു 1/2 hour 1 hourൽ നമുക്ക് ഡൈ ചെയ്തെടുക്കാം. ഇപ്പൊ അർജന്റ് കേസസ് ഒക്കെ ആണെങ്കിൽ 10 to 20-25 മിനിറ്റ്സിലൊക്കെ നമുക്ക് സിംഗിൾ ഡേയിൽ തന്നെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ സാധനം കൊണ്ടുപോകാൻ അതിന്റെ ഡ്രൈയിങ് ടൈം അതായത് നമ്മൾ ഡൈ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഒരു 10 to 20 മിനിറ്റ്സ് ഒക്കെ പറഞ്ഞു. പിന്നെ അതൊന്ന് ഡ്രൈ ആവണം. ആ ഒരു ഇതും കൂടി ടൈമും കൂടി പിന്നെ അതിൽ വേണം. ഇനിയിപ്പോൾ അർജന്റ് കേസസിലൊക്കെ നമ്മൾ എന്താ പറയാ ഡൈ ചെയ്തിട്ട് തന്നെ ഉണങ്ങാണ്ട് തന്നെ കൊടുത്തു വിടാറുണ്ട്. കാരണം നമുക്ക് ബൊട്ടീക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ കാലിക്കറ്റില്, അതുപോലെ തലശ്ശേരി, പിന്നെ തിരൂര്, ഇവിടെ നിന്നൊക്കെയുള്ള തൃശ്ശൂര്, ഇവിടെ നിന്നൊക്കെയുള്ള ബൊട്ടീക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവർക്കും ഇതുപോലെ അർജന്റ് കേസ് ഒക്കെ ആയിട്ട് അവർ വരും. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണം, കസ്റ്റമർ ഓർഡർ ആണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡൈ ചെയ്തിട്ട് മെഷീനിലിട്ട് ഡ്രൈ ചെയ്യും. പിന്നെ കുറച്ച് സമയം കൂടി വേണം അത് ഉണങ്ങാനായിട്ട്. ചിലപ്പോൾ അവർ അതിന് മുന്നേ തന്നെ എടുത്തുകൊണ്ട് പറ്റാറുണ്ട്. കാരണം ചിലതൊക്കെ മോർണിംഗ് തന്നിട്ട് നമുക്ക് ഈവനിങ് നമ്മൾ ഡെലിവറി ചെയ്യാറുണ്ട് കളേഴ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 days ഒക്കെ നമ്മൾ പറയും, നോർമലി പറയും അത് ഉണങ്ങി അയൺ ചെയ്ത് സ്റ്റീം ചെയ്തൊക്കെ വരാനായിട്ട്. പക്ഷെ മോർണിംഗ് നമുക്കൊരു കളർ തന്നു കഴിഞ്ഞാൽ ഈവനിങ് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനും സാധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഇതിൽ ഇവിടെ വരുന്ന കൂടുതൽ ബൊട്ടീക്ക് കസ്റ്റമേഴ്സ് ഒക്കെ ആയിരിക്കില്ല, കാരണം പല ബൊട്ടീക്കുകളിലും ഈ ഒരു ഫെസിലിറ്റി ഇല്ല. അതാണ് ഇവിടുത്തെ വീണ്ടും പറയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഈ സംഭവമാണ്. അതായത് ഈ കളർ ഇതിന്റെ ഡൈയിങ് പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. അതെനിക്ക് കാലിക്കറ്റിൽ ഇവിടെ തന്നെ ഉള്ളത് തോന്നുന്നുണ്ട്. മെയിനായിട്ട് ഉണ്ട്, ചിലവർ സെപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട് കാലിക്കറ്റ്. കൂടുതലും ചിലവർ ഇപ്പോൾ മഞ്ചേരിയിൽ നമുക്കൊരു ബൊട്ടീക്ക് കസ്റ്റമർ ഉണ്ട്, അവരും ചെയ്തിരുന്നത് എറണാകുളത്ത് നിന്നാണ്. കാരണം എറണാകുളത്താണ് അതിന്റെ ഫെസിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരിപ്പോ നമുക്ക് ഇവിടെ കാലിക്കറ്റായാലും മഞ്ചേരിയിൽ നിന്ന് ഒരു 45 മിനിറ്റ്സിന്റെ ഡിസ്റ്റൻസ്. മലബാറിൽ എന്ന് പറയാം, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതിനെ മാത്രമായിട്ടല്ല, നിങ്ങൾക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു ബൊട്ടീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യും. ഫാഷൻ ഡിസൈനിങ് തൊട്ട് എല്ലാം ചെയ്യും. ഹാൻഡ് വർക്ക്, മെഷീൻ വർക്ക്, പിന്നെ യൂണിറ്റും എല്ലാം ഇവിടെ തന്നെയാണ്. ഈ ഒരു ബിൽഡിംഗിൽ തന്നെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ സാധാരണ രീതിയിൽ ബ്രൈഡൽസ് ഇതെല്ലാം ഉണ്ട്, പിന്നെ കാഷ്വൽ വെയർസ് എല്ലാം കാഷ്വൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ കിഡ്സിന് ചെയ്യുന്നുണ്ട്, മെൻസിന് ചെയ്യുന്നുണ്ട്. മെൻസിന് സർവാണി, കുർത്ത, ഈ നമ്മുടെ ഈ മെറ്റീരിയൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. റൈമണ്ടിന്റെ ചെയ്യുന്നുണ്ട്, പ്ലസ് ഇതും ചെയ്യുന്നുണ്ട്. കാരണം റൈമണ്ടും ഇത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു ബ്രൈഡ് വന്നു കഴിഞ്ഞാല് നോർമലി ഗ്രൂമിന് വേണ്ടിയിട്ട് നമ്മൾ റൈമണ്ട് എന്താ പറയാ അവർക്ക് വേണ്ടി പ്രിഫർ ചെയ്യും. അതുപോലെ തന്നെ ചില കേസസിൽ ഇവിടത്തെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമ്മൾ സെർവാണി എല്ലാം ചെയ്തിട്ടുണ്ട്. മെൻസിനും ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ബ്രൈഡ്സിന് ചിലപ്പോൾ കളേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് മെൻസിന്. അപ്പൊ അവരുടെ ബ്രൈഡിന്റെ കളർ ഏതാണോ ആ സെയിം കളറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇന്നത്തെ മാരേജുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡ്രസ്സെല്ലാം ചൂസ് ചെയ്യുമ്പോൾ രണ്ടുപേരും കൂടി കമ്പൈൻ ആയിട്ട് പോയിട്ട് തന്നെ ചെയ്യണതെല്ലാം. അപ്പൊ തീർച്ചയായിട്ടും അതിന് ഐഡിയൽ പ്ലേസ് ആണിത്. കാരണം പ്രത്യേകിച്ച് രണ്ടുപേർക്കും ഒരു പർട്ടിക്കുലർ കളർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ആ സാധനം തന്നെ ചെയ്തെടുക്കാം. ഡിക്റ്റോ ആയിട്ട് കിട്ടും. ഇപ്പൊ ലൈക്ക് നമുക്കിപ്പോ ഒരു പിക്കോക്ക് കളർ വേണമെന്ന് വിചാരിക്കാം. ഗ്രൂമിനും വേണം, അതുപോലെ ബ്രൈഡിനും വേണം. ബ്രൈഡിന് കുറച്ചും കൂടി വേണമെങ്കിൽ ഷെയ്ഡഡ് ആയിട്ട് ചെയ്യാം. ഗ്രൂമിന് വേണമെങ്കിൽ അതിന്റെ ഒരു സർവാണിയോ സ്യൂട്ടോ അല്ലെങ്കിൽ ഒരു കുർത്തിയൊക്കെ നമുക്ക് അതിൽ സെയിം കളറിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അവരുടെ ആ ഒരു ഡ്രീം നമ്മള് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക, അതാണ് മെയിൻ. അതാണ് മെയിനായിട്ട്. അതായത് കസ്റ്റമറിന് വേണ്ടതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ ഉദ്ദേശിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു, ഒരു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡിസൈനർ ഷോപ്പിലേക്കോ എവിടേക്ക് ചെല്ലുന്നു, അവിടുന്ന് ആ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന, ഇപ്പം എൻ്റെ കേസായാലും പോലെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു സംഭവം മനസ്സിലുണ്ടാവും, പക്ഷേ
അവസാനം നമ്മൾ കുറെ നോക്കിയിട്ട് അവസാനം ഓക്കെ അങ്ങനെ സംഭവം ഇല്ലെന്നാണ് ഇവരിവിടെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ജസ്റ്റ് ഈ മലബാറിലുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം, ഇവരുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം. അതുപോലെ ചേച്ചിക്ക് ഫാഷൻ ക്രേസ് ആയിട്ടുള്ള ആൾക്കാർ, ബോട്ടിക് നടത്തുന്ന ആൾക്കാർ, ബോട്ടിക്ക് റൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ? കാരണം അവർക്ക് നമ്മളൊരു ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, കാരണം അവർ നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണ് ബൊട്ടീക്സ്. പിന്നെ ബൾക്കായിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെതായിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ താഴെ കൊടുക്കാം. അതുപോലെ ഇവരുടെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കാം. വന്നപ്പോൾ തന്നെ ഞാൻ ഫാഷൻ വീക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അതിനെ കുറിച്ച് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഡീറ്റെയിൽസ് പറയൂ, എങ്ങനെ നമ്മുടെ പരിപാടികൾ? ഇന്ന് ഈവനിങ് ആണ് നമ്മുടെ സൈനിയും റൈമണ്ടും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇന്നലെയും ഉണ്ടായിരുന്നു ഒരു 6-7 ബ്രാൻഡ്സ് ഇന്നലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇന്നും അതുപോലെ തന്നെ ഇന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിലെ തന്നെ ഒരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫാഷൻ വീക്ക് ഇവിടെ ചെയ്യുന്നത്. മുന്നേയൊക്കെ നമ്മൾ കൊച്ചി ഫാഷൻ വീക്ക് അതൊക്കെ കേട്ടിട്ടുള്ളൂ, അതായിരുന്നു ഫാഷന്റെ മെയിൻ ഒരു ഇത്. ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ മലബാർ സൈഡിലും ഫാഷൻ കൊണ്ടുവരാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മലബാറിന്റെ ഫാഷൻ രംഗത്ത് ഒരു വലിയൊരു മാറ്റം തന്നെ സംഭവിക്കട്ടെ. അതായത് സൈനയ്ക്ക് അതിനൊരു വലിയൊരു പങ്കാളിത്തം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഫാഷൻ വീക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള മോഡൽസ് ഉണ്ടാവും, നിങ്ങൾ വിളിച്ചിട്ടുള്ളത്. അവർക്കുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഇവിടുന്ന് നമ്മൾ ഓൾറെഡി റെഡി ആക്കി കണ്ടു. ഞങ്ങൾ വന്നപ്പോൾ ഇവർ നല്ല തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ വിലയേറിയ സമയം തന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാം. എവിടെയാണ് ഈ ഇവന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇത് പാരമൗണ്ട് ടവർ ഹോട്ടലിലാണ്. അപ്പോൾ നമുക്ക് നേരെ പാരമൗണ്ടിലേക്ക് പോകാം. നമുക്ക് ഫാഷൻ വീക്കിന് പോണതിന് മുമ്പേ ഒരു റൈമണ്ട് ഷോപ്പ് ഉണ്ട്, അതൊന്ന് കണ്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നേരത്തെ നമ്മൾ ഇതാണല്ലോ ഇപ്പോൾ ഷോപ്പ്. റെഡിമെയ്ഡ്സ് ആണ് ഇവിടെ. മുകളിൽ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ ഇതിന്റെ റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. സ്റ്റിച്ചിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്, കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം ഉണ്ട് അല്ലേ? കട്ടിങ് മാസ്റ്റേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ റൈമണ്ടിന്റെ റെഡിമെയ്ഡ് ഷോപ്പ് മെറ്റീരിയൽ എവിടെ? സെക്കൻഡിലാണ്. ഓക്കെ ഓക്കെ. ഇതാണ് മെറ്റീരിയൽസ് കളക്ഷൻ. താഴെ റെഡിമെയ്ഡ്സ്, ഇവിടെ മെറ്റീരിയൽസ്, മേലെയാണ് നമ്മൾ നേരത്തെ കണ്ട ഡിസൈന. നമ്മളിവിടെ വന്നപ്പോഴേ ഇവർ പറഞ്ഞു ഇവിടെ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ട്, അതൊരു സിഗ്നേച്ചർ ലക്ഷറി ഫാബ്രിക് ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ, ഒന്ന് കാണിച്ചു തരും? ഓക്കെ, തീർച്ചയായിട്ടും. ഇതാണ് ഫാബ്രിക്. ഈ ഫാബ്രിക് എന്ന് വേണ്ട 100% ഉള്ളാണ്, പ്യൂർ ഉൾ. അത് തൊട്ട് നോക്കിയാൽ അറിയാം. ഇതൊരു മീറ്ററിന് 28,700 രൂപയാണ്. ഒരു മീറ്ററിന്? ഒരു മീറ്റർ. വിലകെട്ടിൽ 28,700 രൂപ ഒരു മീറ്ററിന്റെ. അതായത് 3.5 മീറ്റർ ഒരു സൂട്ടിനുള്ള പീസ് 1,20,000 രൂപയാണ്. അതാണ് ഈ ഫാബ്രിക്. ഒരു ഷൂട്ട് ഇവരിവിടെ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന്റെ ഷൂട്ട് ചെയ്തില്ലേ? ഇതിന്റെ ഷൂട്ട് ചെയ്ത് ഇന്ന് ട്രയൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രയൽ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 1,00,000 മേലെയുള്ള ഒരു ഷൂട്ട് ഇന്ന് ഇപ്പോൾ ട്രയൽ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് വാങ്ങിച്ച വ്യക്തി ആരാന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല, ആരോ ആവട്ടെ. വാങ്ങിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ നോർക്ക ചെയർമാനാണ്, നോർക്കയുടെ. എന്തായാലും ഇതിന്റെ പ്രത്യേകത തന്നെ ആയിരിക്കുമല്ലോ ഈ മെറ്റീരിയലിന്റെ. ഭയങ്കര കംഫർട്ടായിരിക്കും. കംഫർട്ട് എന്ന് മാത്രമല്ല, ഇത് റിങ്കിൾ വരില്ല. ഓ, പ്യൂർ ഊൾ തുണിയാണ്, പക്ഷെ ഇത് റിങ്കിൾസ് വരാത്ത ഒരു ടൈപ്പാണ്. ഒന്നും വരില്ല. റിങ്കിൾ ഫ്രീ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ചെറിയൊരു റിങ്കിൾസ് എങ്കിലും വരാറുണ്ട്, പക്ഷെ ഇത് അതുപോലും വരില്ല. ഇത് റൈമണ്ടിന്റെ ലക്ഷറി കളക്ഷനിൽ വരുന്ന സാധനമാണ് അല്ലേ? പേരാണ് റെജിയോ ഇറ്റാലിയ. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയമണ്ടിൻ്റെ എല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ കാലിക്കറ്റ് എന്നൊക്കെ വെച്ചിട്ട് ഇതുപോലെ പ്രീമിയം സാധനം എടുക്കാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ അല്ലേ. തൊണ്ടയാട്, അതെ, ഇവിടെ റൈമണ്ട് ഷോപ്പ്. ഇവിടെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇവരുടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ തൊണ്ടയാടാണ്, കാലിക്കറ്റ് റൈമണ്ട് തൊണ്ടയാട്. അവിടെ വന്നാൽ മതി, നിങ്ങൾക്ക് എന്ത് റേഞ്ചിലുള്ള റൈമണ്ടിൻ്റെ മെറ്റീരിയലോ റെഡിമെയ്ഡ്സോ എല്ലാം അവൈലബിൾ ആണ്. അപ്പോഴേ നമുക്ക് നേരെ ഫാഷൻ വീക്കിൻ്റെ അവിടേക്ക് പോവാം. അവിടെ അധികം സമയമില്ല, നമുക്ക് ഓൾറെഡി ലേറ്റ് ആയിരിക്കണം. പോയോ?
നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇവന്റ് നടക്കാൻ പോകുന്നിടത്ത് ഇവരൊരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടെന്ന്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. റയമണ്ടിൻ്റെയും സൈനയുടെയും കൂടിയുള്ള സ്റ്റോളാണിത്. കുറച്ച് ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടല്ലോ. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഷോ നടക്കുന്നത്. നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഇവന്റ് ഇവിടെ വെച്ചിട്ട് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം 6:45. 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. Ladies and gentlemen, myself Sumi. It's my great pleasure to invite each and everyone to Malabar Bridal Fashion Week 2021 Bridal Expo by Shibu Shiva Media.
Thank you so much. First of all, Calicut, കോഴിക്കോടുകാരിയാണ്. കുറേ കാലത്തിന് ശേഷം കോഴിക്കോട് തിരിച്ചു വരാൻ ഭാഗ്യം കിട്ടിയ ഒരു ഷോയിലൂടെയാണ്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഷിബുവിൻ്റെ അടുത്ത് താങ്ക്സ് പറയണു, കാരണം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റി. ആൻഡ് അബൌട്ട് സൈന, ആക്ച്വലി ഡയബിൾ കളക്ഷനാണ് അവരുടെ കളക്ഷൻസ്. ആക്ച്വലി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഒരു കോസ്റ്റ്യൂം എടുക്കാൻ പോണ സമയത്ത് നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കിട്ടുക, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കളറിൽ നമുക്കൊരു കോസ്റ്റ്യൂം കിട്ടുന്നത് വലിയൊരു കാര്യമാണല്ലോ. സോ അത് തന്നെയാണ് ഇവരുടെ ഒരു കോസ്റ്റ്യൂമിൻ്റെ പ്രത്യേകതയും. അപ്പം കസ്റ്റമൈസ്ഡ് ആണ്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. സൈന ഫാഷനെ കുറിച്ച് 2 വാക്ക് ഞങ്ങൾക്ക് അല്ല, ആക്ച്വലി ഞാനിപ്പം അവരുടെ കോസ്റ്റ്യൂമാണ് ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോസ്റ്റ്യൂം വെച്ചാൽ ഡയബിൾ കോസ്റ്റ്യൂം, അതെ അതാണ് പറഞ്ഞു മെറ്റീരിയൽസ് എല്ലാം. സോ അത് തന്നെയാണല്ലോ വലിയ കാര്യം. കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. നമ്മൾ എല്ലാ ആൾക്കാർക്കും നമുക്ക് പലപ്പോഴും നമുക്ക് വേണ്ട കളേഴ്സ് പലപ്പോഴും കിട്ടില്ല ചില സ്ഥലത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ. അത് മാത്രമല്ല ഇപ്പം ഫാബ്രിക്സ് എന്താണോ അവൈലബിൾ, അവിടെ എന്താണോ കളറിലുള്ളത് അത് നമ്മൾ എടുക്കുകയാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പം നമുക്ക് ട്രൈ കളർ ചെയ്യണം അല്ലെങ്കിൽ മൾട്ടി കളർ ചെയ്യണം എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് ആ കളറിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. 100% സാറ്റിസ്ഫാക്ഷനോട് കൂടി കസ്റ്റമർക്ക് ഇറങ്ങി പോരാ. അതാണ് അപ്പോൾ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. ഓക്കെ, ഇല്ല ഞാൻ പ്രത്യേകിച്ച് എന്താ പറയുക, സാധിക പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഷോ ആയിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. അതിൻ്റെ ആൾക്കാരോടൊന്ന് ചോദിച്ചറിയാം. മെയിനായിട്ടുള്ള ഡിസൈനേഴ്സാണ് നിൽക്കുന്നത്. മംഗൾ, ഇത് ഡയാന. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട്? എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എന്താ ഒരു പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ബിക്കോസ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അവിടുത്തെ ബെസ്റ്റ് ഷോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ കോസ്റ്റ്യൂംസ് എല്ലാം. എല്ലാവരും വൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഒരു തീം വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് തീം പ്ലസ് കളർഫുൾ ആയിട്ട് സംഭവങ്ങളും കയറി വന്നു. അപ്പൊ അതുപോലെ മൊത്തത്തിൽ കളറായി സംഭവം. ഒരു ഫുൾ ഓഫ് ബ്രൈഡ് സെക്ഷനാണ് നമ്മൾ ഇന്ന് എല്ലാവർക്കും വേണ്ടി കാണിച്ചത്. ശരിക്കും തകർപ്പനായിരുന്നു. ഈ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഷോ ആയിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ഫീലിംഗ് ഇല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? ഞങ്ങൾ ഹാപ്പിയാണ്. കണ്ടവരെല്ലാവരും ഹാപ്പിയാണ്. അത് ബെസ്റ്റ് ഷോ ആയിരുന്നു എന്ന് പറയുക. റാമ്പിൽ നല്ല കണ്ണിന് നല്ല കുളിർമയായിരുന്നു വൈറ്റിൽ. അത് കഴിഞ്ഞിട്ട് കളേഴ്സ് വന്നു. നിങ്ങളുടെ ഹൈലൈറ്റ് സംഭവങ്ങളൊക്കെ അതിനകത്ത് കാണിക്കാനും പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നമുക്കിവിടെ സാധിക മാഡം പറഞ്ഞല്ലോ നിങ്ങളുടെ സ്പെഷ്യാലിറ്റിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു. ഞാൻ ഒരിക്കലും പറഞ്ഞാണ്, അവരും പറഞ്ഞു. എന്നിരുന്നാലും എന്തൊക്കെയാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഓക്കെ, എല്ലാവരും ഞങ്ങളുടെ ഇൻസ്റ്റ പേജ് ഉണ്ട്, അതും ഫോളോ ചെയ്യുക. അത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാ ഡീറ്റെയിൽസ് അതുപോലെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ ഫുഡ് ആൻഡ് ട്രാവൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും വണക്കം.